കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അലമ്പാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മെമ്പർമാരെ വിളിക്കാതെ ഈ അഡ്മിന്മാരെ മാത്രം പ്രാവശ്യം വിളിച്ചിരിക്കണേ. നോമ്പാണ് വരാൻ പോണേ. അപ്പൊ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുറക്കണോ അത് പൂട്ടിടണോ എന്നുള്ള ചർച്ചയാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ 8-10 ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. ഇത് മാത്രം നോക്കിയാൽ പോരാ, ഇത് ഇന്ന് തീരുമാനം ഉണ്ടാക്കണം. നിങ്ങളൊക്കെ അഭിപ്രായം പറയും. എന്റെ അഭിപ്രായത്തില് നമുക്കതൊരു മാസമാണ് പൂട്ടിയിട്ട് അതാവും നന്നാവാന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആ പറഞ്ഞ ശരി തന്നെയാണ്. അല്ലെ ചില ആൾക്കാർ കണ്ണി ചപ്പും ചവറും ലിങ്കും ഇതുപോലെ തള്ളും. അപ്പൊ ഇജ്ജ് പറഞ്ഞ ശരി, എന്റെ അഭിപ്രായം തന്നെ. ഞാനൊരു കാര്യം പറയാം, അത്തായം കഴിഞ്ഞിട്ടേ ഗ്രൂപ്പാണ് പൂട്ടുക, നോമ്പ് തുറക്കുക. എങ്ങനെയുണ്ട്? അത് ശരിയാവൂല. നോമ്പ് തുറന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് ശരിയാവൂല. കാരണം തറാവിന് പോണ്ടേ, തറാവിന്റെ സമയത്ത് അതിൽ കയറി കുത്തിരിക്കാൻ കാരണം എന്നാ പിന്നെ അതാകാരം ചർച്ച ഗ്രൂപ്പിനകത്ത്. തറാവി 20 റക്അത്താണോ 12 റക്അത്താണോ അതാകാരം ഭയങ്കര ചർച്ച. അപ്പൊ അത് ശരിയാവൂല. അത് ശരിയാ. പകലന്തിയോളം നമ്മൾ നോമ്പ് പോയിട്ട് നമ്മളാ പൂജ കളഞ്ഞ ഇതിപ്പോ ചർച്ച ഇപ്പൊ എവിടേക്കും എത്തൂല. നിങ്ങളല്ല ഈ ഗ്രൂപ്പിന്റെ അഡ്മിനെ നിങ്ങളൊരു തീരുമാനം പറയും, അതാണ് നടപ്പിലാക്കാൻ. ഇതേ ഗ്രൂപ്പിൽ ഇടാൻ എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ ആൾക്കാർ ഇത് ശരിയാവാത്ത കൊണ്ടാണ് അഭിമാനം മാത്രം വിളിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ വിചാരിച്ചത്. ഇതിപ്പോ അതിലും വലിയ ചക്കരയായി. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നോമ്പ് ഒന്നിനും പൂട്ടിയിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് തുറക്കാൻ പറ്റുള്ളൂ. എന്താ പറയാം? അങ്ങനെ ആയിക്കോട്ടെ. അല്ലെ ഇപ്പൊ തീരുമാനമായില്ലേ? ഇപ്പൊ തീരുമാനമായില്ലേ? എന്നാ പോവാ, പിരിച്ചുവിട്ടു. എനിക്കിത് മാത്രം നോക്കിയാൽ പരിപാടി നോക്കണേ. ഞാനേ ഓടുത്ത തീരുമാനം പറ്റിയിട്ടൊന്നല്ല, അത് പറഞ്ഞ ശരിയാണ്. ഞാനും അംഗീകരിച്ചു എന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഗ്രൂപ്പ് ഇപ്പൊ തന്നെ കൂട്ടിയെടുക്കും. എന്തിനാ വെറുതെ